Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ദ റെയിൻ വാസ് ഹെവി. ഹെവി റെയിൻ എന്നാൽ റെയിനിങ് എലോട്ട്, ഒരുപാട് മഴ വർഷിക്കുന്നു, ശക്തമായ മഴ. മഴ ശക്തമായി വർഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ ഹാഡ് നോവർ ടു ഗോ. നോവർ എന്നാൽ നോ പ്ലേസ് എന്നുള്ള അർത്ഥമാണ്. എനിക്ക് പോകാൻ ഒരു ഇടവും ഇല്ലായിരുന്നു. ഐ സ്റ്റുഡ്, ഞാൻ നിന്നു. അണ്ടർ, താഴെയായി. അണ്ടർ എ സ്മോൾ ഷോപ്പ് റൂഫ്, ഒരു ചെറിയ കടയുടെ കൂരയ്ക്കു താഴെ ഞാൻ നിന്നു. ഹോൾഡിംഗ് മൈ ബാഗ് ക്ലോസ് ടു മൈ ചെസ്റ്റ്. ഹോൾഡിംഗ്, പിടിച്ചുകൊണ്ട്, മൈ ബാഗ്, എൻ്റെ ബാഗ്, ക്ലോസ് ടു മൈ ചെസ്റ്റ്, എൻ്റെ നെഞ്ചിനടുത്തേക്ക് എൻ്റെ ബാഗ് പിടിച്ചുകൊണ്ട്. ഞാൻ ചെറിയ ഒരു കടയുടെ മേൽക്കൂരയുടെ കീഴിൽ നിന്നു. എൻ്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിരുന്നു. മൈ ക്ലോത്ത്സ് വെർ വെറ്റ്. വെറ്റ് എന്നാൽ നനഞ്ഞ, കവേർഡ് വിത്ത് വാട്ടർ, വെള്ളത്തിൽ മൂടപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. കവേർഡ് വിത്ത് വാട്ടർ, വെള്ളം നിറഞ്ഞ. എൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. മൈ ഹാൻഡ്സ് ഫെൽറ്റ് കോൾഡ്. എൻ്റെ കൈകളിൽ തണുപ്പ് അനുഭവപ്പെട്ടു. ജസ്റ്റ് 1 hour ago, വെറും 1 മണിക്കൂർ മുമ്പ്. മൈ ബോസ് ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്. എൻ്റെ ബോസ് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വി ഡോണ്ട് നീഡ് യു എനി മോർ. ഞങ്ങൾക്ക് ഇനി നിന്നെ ആവശ്യമില്ല. വി ഡോണ്ട് നീഡ്, ഞങ്ങൾക്ക് ആവശ്യമില്ല. യു, നിന്നെ, എനി മോർ, ഇനി. നോ വാണിംഗ്, മുന്നറിയിപ്പില്ലാതെ. വാണിംഗ് എന്നാൽ അഡ്വാൻസ് നോട്ടീസ്, മുന്നറിയിപ്പില്ലാതെ. നോ സെക്കൻഡ് ചാൻസ്. സെക്കൻഡ് ചാൻസ് എന്നാൽ അനദർ ഓപ്പർച്യൂണിറ്റി, മറ്റൊരു അവസരം. ഒരു മുന്നറിയിപ്പുമില്ലാതെ, മറ്റൊരു അവസരവും നൽകാതെ എൻ്റെ ബോസ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി നിന്നെ ആവശ്യമില്ല. ഐ ട്രൈഡ് ടു കോൾ എ ഫ്രണ്ട്. ഞാൻ ഒരു സുഹൃത്തിനെ വിളിക്കാൻ ശ്രമിച്ചു. ട്രൈഡ് എന്നാൽ ശ്രമിച്ചു, ടു കോൾ, വിളിക്കാൻ. ബട്ട് മൈ ഫോൺ വാസ് ഡെഡ്. ഡെഡ് എന്നാൽ ഇവിടെ നോ ബാറ്ററി എന്നുള്ള അർത്ഥമാണ്. ഫോണിൻ്റെ ബാറ്ററിയിൽ ചാർജ് ഇല്ലായിരുന്നു. ദ സ്ട്രീറ്റ് വാസ് ക്വയറ്റ്. ക്വയറ്റ് എന്നാൽ നോ സൗണ്ട്, ശബ്ദമില്ലായിരുന്നു. തെരുവ് നിശബ്ദമായിരുന്നു. കാർസ് പാസ്റ്റ്, കാറുകൾ കടന്നുപോയി. ബട്ട് എന്നാൽ നോ വൺ സ്റ്റോപ്ഡ്, പക്ഷെ ഒരാളും നിർത്തിയില്ല. കാറുകൾ ഒരുപാട് കടന്നുപോയി, പക്ഷെ ഒരാളും നിർത്തിയില്ല. ദെൻ, പിന്നീട്. ഐ ഹേർഡ്, ഞാൻ കേട്ടു. ഐ ഹേർഡ് എ വോയിസ്, ഞാൻ ഒരു ശബ്ദം കേട്ടു. ഹിയർ എന്നാൽ കേൾക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്, കേട്ടു. ആർ യു ഓക്കെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് സുഖമല്ലേ, ഇതൊക്കെയാണ് അർത്ഥം. ഐ ടേൺ ക്വിക്ക്ലി, ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. എ മാൻ സ്റ്റുഡ് എ ഫ്യൂ സ്റ്റെപ്സ് അവേ. ഒരു മനുഷ്യൻ ഏതാനും ചുവടുകൾ അകലെ നിൽക്കുന്നുണ്ടായിരുന്നു. എ ഫ്യൂ സ്റ്റെപ്സ് അവേ, ഏതാനും ചുവടുകൾ മാത്രം അകലെ. ഹി ലുക്ക്ഡ് സിമ്പിൾ, അയാളെ വളരെ ലളിതനായി കാണപ്പെട്ടു. വെയറിങ് എൻ ഓൾഡ് ഷർട്ട്. വെയറിങ് എന്നാൽ ധരിച്ചുകൊണ്ട്. എൻ ഓൾഡ് ഷർട്ട്, ഒരു പഴയ ഷർട്ട് ധരിച്ചുകൊണ്ട്. ഒരു ഷർട്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. ഹിസ് ഐസ് വേർ കാം. കാം എന്നാൽ പീസ്ഫുൾ, ശാന്തത. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ശാന്തത നിറഞ്ഞിരുന്നു. ഐ എം ഫൈൻ, ഐ സെഡ്, ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമാണ്. ബട്ട് എന്നാൽ. മൈ വോയിസ് വാസ് വീക്ക്. വീക്ക് എന്നാൽ നോട്ട് സ്ട്രോങ്, ദുർബലമായ, ശക്തിയില്ലാത്ത. എന്നാൽ എൻ്റെ ശബ്ദം ദുർബലമായിരുന്നു. ഹീ ലുക്ക്ഡ് അറ്റ് ദ റെയിൻ. അദ്ദേഹം ആദ്യം മഴയിലേക്ക് നോക്കി, പിന്നെ വീണ്ടും എന്നിലേക്ക് നോക്കി. ബാക്ക് അറ്റ് മീ എന്നാൽ എന്നിലേക്ക്. യു ക്യാൻ കം ഇൻസൈഡ്, നിനക്ക് അകത്തേക്ക് വരാം. ഇറ്റ്സ് വാമർ, ഇവിടെ ചൂടുണ്ട്. ഇറ്റ്സ് വാമർ, അകത്ത് ചൂടുണ്ട്, നിനക്ക് അകത്തേക്ക് വരാം. അദ്ദേഹം മഴയിലേക്ക് നോക്കി, ശേഷം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് അകത്തേക്ക് വരാം, അകത്ത് ചൂടുണ്ട്. ഐ ഡിഡിൻറ്റ് മൂവ്, ഞാൻ അനങ്ങിയില്ല. മൈ മൈൻഡ് സെഡ്, എൻ്റെ മനസ്സ് പറഞ്ഞു, നോ. ബട്ട് എന്നാൽ. മൈ ബോഡി ഫെൽറ്റ് ടയേർഡ്. മൈ മൈൻഡ് സെഡ് നോ, എൻ്റെ മനസ്സ് പറഞ്ഞു, നോ, വേണ്ട എന്ന് പറഞ്ഞു. ബട്ട്, പക്ഷേ. മൈ ബോഡി ഫെൽറ്റ് ടയേർഡ്, പക്ഷേ എൻ്റെ ശരീരത്തിന് ക്ഷീണം തോന്നിയിരുന്നു. മൈൻഡ് എന്നാൽ തോട്ട്സ്, ചിന്തകൾ. ടയേർഡ് എന്നാൽ നീഡ് റെസ്റ്റ്, വിശ്രമം വേണമായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു. ഹീ ഓപ്പൺ ദ ഡോർ ആൻഡ് സെഡ് സോഫ്റ്റ്ലി. അദ്ദേഹം വാതിൽ തുറന്ന് മൃദുവായി പറഞ്ഞു. അദ്ദേഹം പതുക്കെ പറഞ്ഞു, ജസ്റ്റ് ടീ, നത്തിങ് മോർ. ചായ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. നത്തിങ് മോർ എന്നാൽ മറ്റൊന്നുമില്ല, ചായ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വാതിൽ തുറന്നുകൊണ്ട് മൃദുവായി പറഞ്ഞു. ആഫ്റ്റർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തിന് ശേഷം, അല്പസമയത്തിന് ശേഷം. ഐ ഫോളോഡ് ഹിം ഇൻസൈഡ്. അല്പസമയത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്ന് അകത്തേക്ക് പോയി.
ദ റൂം വാസ് സ്മോൾ ബട്ട് വാം. റൂം ചെറുതായിരുന്നെങ്കിലും അതിനുള്ളിൽ നല്ല ചൂടും സുഖവും ഉണ്ടായിരുന്നു. സ്റ്റിൽ എന്നിട്ടും സംതിങ് ഡിഡിൻറ്റ് ഫീൽ റൈറ്റ്. എന്നിരുന്നാലും എന്തോ ശരിയല്ലെന്ന് തോന്നി. എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ദ ലൈറ്റ് സഡൻലി വെൻ്റ് ഔട്ട്. ലൈറ്റുകൾ പെട്ടെന്ന് അണഞ്ഞുപോയി. സഡൻലി എന്നാൽ ക്വിക്ക്ലി, പെട്ടെന്ന്, വിത്തൗട്ട് വാർണിംഗ്, മുന്നറിയിപ്പില്ലാതെ. എവറിത്തിങ് ടേൺ ഡാർക്ക്. എല്ലാം ഇരുണ്ടതായി മാറി. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു പോയി. മൈ ഹാൻഡ്സ് ടൈറ്റൻഡ് അറൗണ്ട് മൈ ബാഗ്. എൻ്റെ കൈകൾ ബാഗിൽ മുറുകെ പിടിച്ചു. ഞാൻ എൻ്റെ ബാഗ് കൂടുതൽ മുറുകെ പിടിച്ചു. ടൈറ്റൻ എന്നാൽ ഉറപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. മുറുകെ പിടിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടൈറ്റൻഡ്, മുറുകെ പിടിച്ചു. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. ഡാർക്ക് എന്നാൽ നോ ലൈറ്റ്, ഇരുണ്ട. ഫ്രോസ് എന്നാൽ കുടിൻ്റെ മോവ്, അനങ്ങാൻ കഴിഞ്ഞില്ല, മരവിച്ചു പോയി. ഹേ, ഇറ്റ്സ് ഓക്കെ. കോമിൻസ് വോയിസ് കെയിം ഫ്രം ദ ഡാർക്ക്നെസ്. കോം എന്നാൽ ആ വ്യക്തിയുടെ പേരാണ്, ആ പുരുഷൻ്റെ പേരാണ്. ഹേയ്, സാരമില്ല. ഇരുട്ടിൽ നിന്ന് കോമിൻ്റെ ശബ്ദം കേട്ടു. കെയിം ഫ്രം ദ ഡാർക്ക്നെസ് എന്നാൽ ഇരുട്ടിൽ നിന്നും കേട്ടു, ഇരുട്ടിൽ നിന്നും വന്നു. ഐ ഡിഡിൻറ്റ് ആൻസർ. ഞാൻ മറുപടി പറഞ്ഞില്ല. മൈ മൈൻഡ് വാസ് ഫുൾ ഓഫ് ഫിയർ. എൻ്റെ മനസ്സ് ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു. വൈ നൗ? എന്തുകൊണ്ടാണ് ഇപ്പോൾ? എന്തിനാണ് ഇപ്പോൾ? ഐ ടുക്ക് എ സ്മോൾ സ്റ്റെപ്പ് ബാക്ക്. ഞാൻ ഒരു ചെറിയ ചുവട് പിന്നോട്ട് വച്ചു. റെഡി ടു റൺ. ഓടാൻ തയ്യാറായി. ദെൻ അപ്പോൾ ഐ ഹേർഡ്. ഞാൻ കേട്ടു. എ സോഫ്റ്റ് ക്ലിക്ക്. സോഫ്റ്റ് ക്ലിക്ക് എന്നാൽ മൃദുവായ ശബ്ദം എന്നുള്ള അർത്ഥമാണ്. ഒരു മൃദുവായ ക്ലിക്ക് എന്ന ശബ്ദം ഞാൻ കേട്ടു. എ സ്മോൾ ഫ്ലെയിം അപ്പിയേർഡ്. ഫ്ലെയിം എന്നാൽ തീജ്വാല. അപ്പിയർ എന്നാൽ പ്രത്യക്ഷമാവുക. അപ്പിയേർഡ് എന്നാൽ പ്രത്യക്ഷമായി. ഒരു ചെറിയ തീജ്വാല തെളിഞ്ഞു. എ സ്മോൾ ഫ്ലെയിം അപ്പിയേർഡ്. ഹി ലിറ്റ്. അദ്ദേഹം കത്തിച്ചു. എ ക്യാൻഡിൽ. ക്യാൻഡിൽ എന്നാൽ ദീപം, മെഴുകുതിരി, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ചു. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ്. അത് വച്ചു. പ്ലേസ്ഡ് എന്നാൽ വച്ചു. ഓൺ ദ ടേബിൾ. അത് മേശപ്പുറത്ത് അദ്ദേഹം വച്ചു. ദ വാം ലൈറ്റ്. ആ ചൂടുള്ള ഊഷ്മളമായ വെളിച്ചം ഫിൽഡ് ദ റൂം അഗൈൻ. അഗൈൻ എന്നാൽ വീണ്ടും. ഫിൽഡ് എന്നാൽ നിറച്ചു. ആ ചൂടുള്ള മൃദുവായ ചൂടുള്ള വെളിച്ചം മുറി മുഴുവൻ പ്രകാശിപ്പിച്ചു. മുറിയാകെ നിറഞ്ഞു. മുറിയാകെ വെളിച്ചം നിറഞ്ഞു. ക്യാൻഡിൽ എന്നാൽ സ്മോൾ ലൈറ്റ്, ചെറിയ പ്രകാശം, മെഴുകുതിരി അല്ലെങ്കിൽ ചെറിയ ദീപം, ഇതൊക്കെയാണ് അർത്ഥം. ക്യാൻഡിൽ. പവർ കട്ട്സ് ഹാപ്പൻ ഹിയർ. വൈദ്യുതി മുടക്കം ഇവിടെ പതിവായി സംഭവിക്കാറുണ്ട്. ഹി സെഡ് കാംലി. അദ്ദേഹം സൗമ്യമായി കൊണ്ട് പറഞ്ഞു. വൈദ്യുതി മുടക്കം ഇവിടെ പതിവായി സംഭവിക്കാറുണ്ട്. ഡോണ്ട് വറി. വ്യാകുലതപ്പെടേണ്ട. കാംലി എന്നാൽ വിത്തൗട്ട് പാനിക്, ഭയമില്ലാതെ, ഭീതിയില്ലാതെ. പവർ കട്ട്, നോ ഇലക്ട്രിസിറ്റി. ഐ വാച്ച്ഡ് ഹിം ക്ലോസ്ലി. ഞാൻ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. ഹിസ് ഫേസ് ലുക്ക്ഡ് ദ സെയിം, ക്വയറ്റ് നോർമൽ. ഞാൻ അയാളെ ശ്രദ്ധയോടെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖം പഴയതുപോലെ തന്നെ ശാന്തവും സാധാരണപരവുമായിരുന്നു. നോ സ്ട്രെയിഞ്ച് സ്മൈൽ. അസാധാരണമായ ചിരിയില്ല. നോ സഡൻ മൂവ്. പെട്ടെന്നുള്ള ചലനമില്ല. സ്റ്റിൽ ഐ കുഡ്ന്റ് റിലാക്സ്. എന്നിട്ടും എനിക്ക് സമാധാനിക്കാൻ സാധിച്ചില്ല. ഹി പോഡ് മോർ ടീ ഇൻ ടു മൈ കപ്പ്. പോ എന്നാൽ ചൊരിയുക, ഒഴിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം എൻ്റെ കപ്പിലേക്ക് കൂടുതൽ ചായ ഒഴിച്ചു. യു ലുക്ക് വെരി ടയേർഡ്. നിന്നെ കണ്ടിട്ട് വളരെ ക്ഷീണമുള്ളതായി തോന്നുന്നു, ക്ഷീണമുള്ളതായി കാണപ്പെടുന്നു. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ബാഡ് ഡേ. ഇന്ന് മോശം ദിവസമായിരുന്നു, അതാണ് അർത്ഥം. ബാഡ് ഡേ, ഇന്ന് വളരെ മോശം ദിവസമായിരുന്നു. ഐ ലുക്ക് ഡൗൺ അറ്റ് ദ കപ്പ്. ഞാൻ തല താഴ്ത്തി കപ്പിലേക്ക് നോക്കി. ദ സ്റ്റീം. ആവി. ദ സ്റ്റീം സ്ലോലി റോസ് ഇൻ ടു ദി എയർ. നീരാവി പതുക്കെ വായുവിലേക്ക് ഉയർന്നു. സ്റ്റീം എന്നാൽ നീരാവി, റോസ് എന്നാൽ ഉയർന്നു. ഇൻ ടു ദി എയർ, വായുവിലേക്ക്. ഐ ലോസ്റ്റ് മൈ ജോബ്. എനിക്ക് എൻ്റെ ജോലി നഷ്ടമായി. ഐ സെഡ് സോഫ്റ്റ്ലി. ഞാൻ മൃദുവായി പറഞ്ഞു. ഹി നോട്ടഡ്. അദ്ദേഹം തലയാട്ടി. നോട്ട് സർപ്രൈസ്ഡ്. ആശ്ചര്യപ്പെട്ടില്ല. ലോസ്റ്റ് മൈ ജോബ് എന്നാൽ നോ ലോങ്ങർ വർക്കിംഗ്, ജോലിയില്ല, ഇനി അങ്ങോട്ട് ജോലിയില്ല. ലോസ്റ്റ് മൈ ജോബ്, എൻ്റെ ജോലി നഷ്ടമായി. ദാറ്റ് ഹേർട്സ്, ഹി റിപ്ലൈഡ്. അദ്ദേഹം മറുപടി പറഞ്ഞു. അത് വിഷമമുണ്ടാക്കുന്നതാണ്. ദെൻ, ശേഷം, ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
യു ക്യാൻ സ്റ്റേ ഹിയർ ടുനൈറ്റ്. ടുനൈറ്റ് എന്നാൽ ഇന്ന് രാത്രി. ഇന്ന് രാത്രി നിനക്ക് ഇവിടെ താമസിക്കാം. സ്റ്റേ എന്നാൽ താമസിക്കുക. യു ക്യാൻ സ്റ്റേ ഹിയർ ടുനൈറ്റ്. ഇന്ന് രാത്രി നിനക്ക് ഇവിടെ താമസിക്കാം. ഇറ്റ്സ് നോട്ട് സേഫ് ഔട്ട്സൈഡ്. പുറത്തു നിൽക്കുക സുരക്ഷിതമല്ല. ഐ ലുക്ക്ഡ് അറ്റ് ദ ഡോർ. ഞാൻ വാതിലിലേക്ക് നോക്കി. ആൻഡ് ദെൻ ബാക്ക് അറ്റ് ഹിം. പിന്നീട് തിരിച്ച് അദ്ദേഹത്തെ നോക്കി. ഐ ഡിഡിൻറ്റ് നോ. എനിക്ക് അറിയുകയില്ലായിരുന്നു. വാട്ട് ടു ഡു. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. ദ റെയിൻ വാസ് സ്റ്റിൽ ഫാളിങ് വെൻ ഐ വോക്കപ്പ്. വെൻ ഐ വോക്കപ്പ് എന്നാൽ ഞാൻ ഉണർന്ന സമയത്ത്, ഞാൻ ഉറക്കമുണർന്ന സമയത്ത്. സ്റ്റിൽ ഫാളിങ് എന്നാൽ അപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. ഞാൻ ഉണർന്ന സമയത്ത് അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക്. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് വേർ ഐ വാസ്. ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയിരുന്നു. ദെൻ പിന്നീട്. ഐ സോ, ഞാൻ കണ്ടു. ദ സ്മോൾ റൂം, ചെറിയ മുറി ഞാൻ കണ്ടു. ദ തിൻ ബ്ലാങ്കറ്റ്. തിൻ എന്നാൽ കട്ടി കുറഞ്ഞ, നേർത്ത പുതപ്പും ചെറിയ മുറിയും ഞാൻ കണ്ടു. ആൻഡ് ദ സോഫ്റ്റ് ലൈറ്റ് ഫ്രം ദ വിൻഡോ. സോഫ്റ്റ് ലൈറ്റ് എന്നാൽ മൃദുവായ വെളിച്ചം. ഫ്രം ദ വിൻഡോ എന്നാൽ ജനലിൽ നിന്നും, ജനലിലൂടെ. പിന്നീട് ഞാൻ കണ്ടത് ആ ചെറിയ മുറിയും നേർത്ത പുതപ്പും ജനലിലൂടെ അകത്തേക്ക് ഒഴുകിയെത്തിയ മൃദുവായ വെളിച്ചവുമായിരുന്നു. എവ്രിതിങ് വാസ് ക്വയറ്റ്. എല്ലാം ശാന്തമായിരുന്നു. ഐ സാറ്റപ്പ് സ്ലോലി. സ്ലോലി എന്നാൽ സാവധാനം. ഐ സാറ്റപ്പ് എന്നാൽ ഞാൻ എഴുന്നേറ്റ് ഇരുന്നു. എല്ലാം നിശബ്ദമായിരുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ഇരുന്നു. നത്തിങ് വാസ് മിസ്സിങ്. മൈ ബാഗ് വാസ് സ്റ്റിൽ നെക്സ്റ്റ് ടു മീ. നെക്സ്റ്റ് ടു മീ എന്നാൽ അടുത്ത്. സ്റ്റിൽ എന്നാൽ അപ്പോഴും. നത്തിങ് വാസ് മിസ്സിങ് എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും എൻ്റെ ബാഗ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കോമിൻ വാസ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. കോമിൻ കടയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഐ കുഡ് ഹിയർ ഹിം മൂവിങ് കപ്സ്. ഐ കുഡ് ഹിയർ എന്നാൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു. മൂവിങ് കപ്സ്, കപ്പുകൾ നീങ്ങുന്നത്. അദ്ദേഹം കപ്പുകൾ നീക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. വെൻ ഐ വോക്ക്ഡ് ഔട്ട്. ഞാൻ പുറത്തേക്ക് നടന്നു പോയ സമയത്ത്. ഹി സ്മൈൽഡ്. അദ്ദേഹം പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു ഗുഡ് മോർണിംഗ്. യു സ്ലെപ്റ്റ് വെൽ. നീ നന്നായി ഉറങ്ങിയോ? അദ്ദേഹം ചോദിച്ചു. എ ലിറ്റിൽ, അല്പം. ഐ റിപ്ലൈഡ്. ഞാൻ മറുപടി പറഞ്ഞു. ഹി ഗേവ് മീ. അദ്ദേഹം എനിക്ക് നൽകി. എ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ലളിതമായ പ്രഭാത ഭക്ഷണം അദ്ദേഹം എനിക്ക് നൽകി. ബ്രെഡ് ആൻഡ് ടീ. റൊട്ടിയും ചായയും അദ്ദേഹം എനിക്ക് നൽകി. ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ പ്രഭാത ഭക്ഷണം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വായിക്കരുത്, ബ്രേക്ക്ഫാസ്റ്റ്. ഐ എയ്റ്റ് ക്വയറ്റ്ലി. ഞാൻ ഒന്നും സംസാരിക്കാതെ ഭക്ഷണം കഴിച്ചു. എയ്റ്റ് എന്നാൽ കഴിച്ചു, ഭക്ഷിച്ചു. ഇറ്റ് ഫെൽറ്റ് സ്ട്രേഞ്ച്. അതൊരു വിചിത്രമായ അനുഭവമായിരുന്നു. അത് വിചിത്രമായി തോന്നി. ബട്ട് ഓൾസോ കാം. പക്ഷെ അതേസമയം ശാന്തവുമായിരുന്നു. എനിക്കത് വിചിത്രമായി തോന്നി, എന്നാൽ ഒരേ സമയം മനസ്സിന് ശാന്തതയും അനുഭവപ്പെട്ടു. ബിഫോർ ഐ ലെഫ്റ്റ്. ഞാൻ അവിടെ നിന്നും പോകുന്നതിന് മുമ്പ്. ഹി ടുക്ക് ഔട്ട്. അദ്ദേഹം പുറത്തെടുത്തു. എ സ്മോൾ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഗേവ് ഇറ്റ് ടു മീ. ഗേവ് ഇറ്റ് ടു മീ എന്നാൽ ഗേവ് എന്നാൽ നൽകി. ഗേവ് ഇറ്റ് ടു മീ, എനിക്കത് നൽകി. ഞാൻ അവിടെ നിന്നും പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു ചെറിയ കടലാസ് കഷ്ണം പുറത്തെടുത്ത് എൻ്റെ കയ്യിൽ നൽകി. മൈ ഫ്രണ്ട് നീഡ്സ് ഹെൽപ്പ് ഇൻ ഹിസ് ഷോപ്പ്. എൻ്റെ സുഹൃത്തിന് അവൻ്റെ കടയിൽ സഹായിക്കാൻ ഒരാളെ വേണം. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. യു ക്യാൻ ട്രൈ. നിനക്ക് ശ്രമിക്കാം. യു ക്യാൻ ട്രൈ. നിനക്ക് ശ്രമിച്ചു നോക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ ജോലിക്ക് ഒരാളെ വേണം. അദ്ദേഹം പറഞ്ഞു. നിനക്ക് ആ ജോലി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഐ ലുക്ക്ഡ് അറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ നോക്കി. കൺഫ്യൂസ്ഡ്. ഞാൻ ആശയക്കുഴപ്പത്തിലായി. വൈ ആർ യു ഹെൽപ്പിങ് മീ. ഞാൻ ആശയക്കുഴപ്പത്തോടെ അദ്ദേഹത്തെ നോക്കി. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ സഹായിക്കുന്നത്? ഹി സ്മൈൽഡ്. അദ്ദേഹം പുഞ്ചിരിച്ചു. നോട്ട് ലുക്കിംഗ് അറ്റ് മീ. എന്നെ നോക്കാതെ അദ്ദേഹം പുഞ്ചിരിച്ചു. സംവൺ ഹെൽപ്ഡ് മീ വൺസ്. വൺസ് എന്നാൽ വൺ ടൈം ബിഫോർ, മുമ്പ് ഒരു തവണ. ഹെൽപ്ഡ് എന്നാൽ ഗേവ് സപ്പോർട്ട്, സഹായം നൽകി. അദ്ദേഹം എന്നെ നോക്കാതെ പുഞ്ചിരിച്ചു. ഒരിക്കൽ ആരോ എന്നെ സഹായിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞു. ഐ ഹെൽഡ്. ഞാൻ പിടിച്ചു. ഐ ഹെൽഡ് ദ പേപ്പർ ടൈറ്റ്ലി. ടൈറ്റ്ലി എന്നാൽ ശക്തമായി, കരുത്തോടെ ഞാൻ ആ പേപ്പർ കഷ്ണം പിടിച്ചു. മേ ബി, ഒരു പക്ഷേ. നോട്ട് ഓൾ സ്ട്രേഞ്ചേഴ്സ് ആർ ദ സെയിം. സ്ട്രേഞ്ചേഴ്സ് എന്നാൽ അപരിചിതർ.
ഞാൻ ആ കടലാസ് മുറുകെ പിടിച്ചു. ഒരു പക്ഷേ എല്ലാ അപരിചിതരും ഒരുപോലെയായിരിക്കുകയില്ല. ഇഫ് ദ സ്റ്റോറി ടച്ച്ഡ് യുവർ ഹാർട്ട്, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, മറക്കരുത്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ. ഈ കഥ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും മറക്കരുത്.